മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തി വാടകയ്ക്കൊക്കെ പോകാൻ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മുടെ ശിവശങ്കരും രാജീവനും ഒക്കെ ഇടപെട്ടിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോകുന്ന രീതിയിൽ, ബാലചന്ദ്രൻ്റെയും അതുപോലെ തന്നെ രോഹിത്തിൻ്റെയും അടുത്തേക്ക് തന്നെ തിരിച്ച് പോകുന്ന രീതിയിൽ അവരെ മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വൈജയന്തി വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ രാജീവനോടും ശിവശങ്കരനോടും പറയുന്നുണ്ട്, ആ അലീന എന്ന് പറയുന്നവളെ ഞാൻ പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും, അല്ലാതെ എനിക്ക് സ്വസ്ഥതയുണ്ടാവില്ല. അങ്ങനെ ഞാനും അവളും ഒരു വീട്ടിൽ ഒരിക്കലും അത് നടക്കത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശിവശങ്കർ രാജീവനും പറയുന്നുണ്ട്, അതൊന്നും നീ ചെയ്യാൻ നിൽക്കണ്ട. നിനക്ക് നിൻ്റെ മക്കളെയും നോക്കി സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ രോഹിത്തിൻ്റെ കാര്യം ഇപ്പോൾ അറിയാലോ, അവനെ നിനക്കൊന്നും നിലക്ക് നിർത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. അതിനെക്കൊണ്ട് നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്ന് പറഞ്ഞ് അലീനയുടെ അടുത്തേക്ക് പോയതായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, അതൊക്കെ നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളും. ഞങ്ങൾ എന്താണ് ഇപ്പോൾ മൗനം പാലിച്ച് നിൽക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നീ കൂടുതലൊന്നും ആഴത്തിൽ ചിന്തിക്കാതെ അങ്ങോട്ട് പോകാനുള്ളത് നോക്ക്. വാടക വീട് എന്ന സ്വപ്നം ഇപ്പോൾ തൽക്കാലം നീ നിർത്തി വച്ചേക്കേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് രാജീവനും ശിവശങ്കരും തന്നെ അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവരുമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അലീന ബെല്ലടിച്ച സമയത്ത് അലീനയാണ് വാതിൽ തുറക്കുന്നത്. അങ്ങനെ വൈജയന്തിയെ കണ്ടിട്ടാകെ ഞെട്ടി ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അവർ അങ്ങോട്ട് ഇത്രയും പെട്ടെന്ന് വരും എന്നുള്ളത് അലീന ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ ഒരു ഭയത്തോടു കൂടി തന്നെയായിരുന്നു വൈജയന്തിയെ നോക്കിയത്. വൈജയന്തിയാണെങ്കിൽ അലീന വാതിൽ തുറക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഒരു പകയോട് കൂടി നോക്കിയിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. പക്ഷേ ബാലചന്ദ്രൻ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് വലതുകാൽ വെച്ച് കയറുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് ചില കണ്ടീഷനൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്ത് ശിവശങ്കരൻ നമ്മുടെ വൈജയന്തിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് എല്ലാം ക്ഷമിക്കുക എന്നുള്ള രീതിയിൽ കണ്ണിറുക്കി കാണിക്കുകയാണ്. അങ്ങനെ വൈജയന്തിയോട് പറയുന്നുണ്ട്, അലീനയെ ഭരിക്കാനോ അലീനയുടെ മേൽ അവകാശം സ്ഥാപിച്ച് ഓരോന്ന് പറയാനോ അവളെ അടിമയാക്കാനോ പാടില്ല. അവളെ ഇവിടെ വെച്ചുണ്ടാക്കി കഴിക്കുന്നതിന് എതിർപ്പുള്ളവർക്ക് സ്വയം വെച്ചുണ്ടാക്കി കഴിക്കാം. പക്ഷെ അലീനയുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നും വരാനോ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രോഹിത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിനക്കെന്തായാലും അവനെ മാനേജ് ചെയ്യാൻ കഴിയില്ല. പിന്നെ നിൻ്റെ കാര്യം നോക്കാൻ ഏകദേശം നീയൊക്കെ ആയിട്ടുണ്ടല്ലോ, പിന്നെ ബബിതയും ഉണ്ടല്ലോ. അതുകൊണ്ട് അടിമപ്പണിയൊന്നും നമ്മുടെ അലീനയെ കൊണ്ട് ചെയ്യാമെന്ന് നീ വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒന്നും മിണ്ടാതെ തല താഴ്ത്തി അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ രാജീവനോടായിട്ടും ശിവശങ്കരോടായിട്ടും പറയുന്നുണ്ട്, പെങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. പിന്നെ ഇവിടെ നിന്ന് അധികം വിസ്തരിച്ച് കഴിഞ്ഞാലോ അലീനയെ ബുദ്ധിമുട്ടിച്ചാലോ അറിയാലോ, ഞാൻ പറയാനുള്ളതെല്ലാം മുഖത്ത് നോക്കി പറയും. പിന്നെ അവളും ഞാനും ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കാർക്കും കാണാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ശിവശങ്കരൻ പറയുന്നുണ്ട്, തൽക്കാലം ബാലചന്ദ്രൻ നീ ഒന്നും പറയാതിരിക്കും, പതുക്കെ അവൾ റെഡി ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല, അവളോട് ഞങ്ങൾ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കിയാൽ അവൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ അവൾക്ക് തന്നെയാണ് നാശം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നീട് അവർ അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ നീ കൂടുതലൊന്നും അവളുടെ കാര്യത്തിൽ ഇടപെടാനോ ഒന്നും പോവണ്ട, ഇങ്ങോട്ടായിട്ട് നീ സഹായം ചോദിച്ചു വന്നാൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി. ഇത് ഞാൻ പറയുന്നതാണ്, ഇത് എൻ്റെ വാക്കാണ്, ഇത് നീ അനുസരിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന ആകെ ഒരു സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.